നാരായണ നാരായണ. ഓം ശ്രീമന്നാരായണീയം. ദശകം 27, ശ്ലോകം 4. പാലാഴി മഥനത്തിന് ഉള്ള ഒരുക്കങ്ങളെ ചെയ്യുന്നതായിട്ട് രംഗം. ഓം സന്ധാനം കൃതവതി ദാനവൈ സുരൗഖേ മന്ധാനം നയതി മദേന മന്ദരാദ്രിം ഭ്രഷ്ടേസ്മിൻ ബദരമിവോദ്വഹൻ ഖഗേന്ദ്രേ സദ്യസ്ത്വം വിനിഹിതവാൻ പയോധൗ. സുരൗഖേ ദാനവൈഃ സന്ധാനം കൃതവതി മന്ധാനം മന്ദരാദ്രിം മദനേ നയതി അസ്മിൻ ഭ്രഷ്ടേ സദ്യഃ ത്വം ബദരം ഇവ ഖഗേന്ദ്രേ ഉദ്വഹൻ പയോധൗ വിനിഹിതവാൻ. ദേവന്മാര് അസുരന്മാരുമായിട്ട് സന്ധ്യയൊക്കെ ചെയ്തതിൻ്റെ ശേഷം പാലാഴി കടയാൻ വേണ്ടിയിട്ട് കടകോലായിട്ട് ഭഗവാനാൽ നിശ്ചയിക്കപ്പെട്ടതായിട്ടുള്ള മന്ദരപർവ്വം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അസുരന്മാരും ദേവന്മാരും ശ്രമിച്ചുവെങ്കിലും നടന്നില്ല. അതിൻ്റെ കനം കൂടുതലായതുകൊണ്ട് പലരും അത് പൊരുത്തിയിൽ പൊക്കി മറ്റേ സക്കിൽ വീണു. ഇങ്ങനെയൊക്കെ ആയിട്ട് കുറേ ആൾക്കാർ ആ പർവ്വതത്തിൻ്റെ അടിയിൽ വീണ അങ്ങനെയൊക്കെ കുറേ അബദ്ധങ്ങൾ പറ്റി. കുറേ ആൾക്കാർ മരിച്ചു പോവുക, കയ്യും കാലൊക്കെ പോവുക, അങ്ങനെയൊക്കെ ഉണ്ടായി. അപ്പോൾ അത് അഹങ്കാരത്തോടു കൂടിയിട്ട് കൊണ്ടുവരാം എന്ന് വിചാരിച്ച അവർക്കത് സാധിച്ചില്ല. അപ്പോൾ ആ പർവ്വതം താഴത്തേക്ക് വീണു. ഭഗവാനോട് പ്രാർത്ഥിച്ചു. ഭഗവാൻ കാരുണ്യമൂർത്തിയാണ്. ഭഗവാൻ വേഗം ഗരുഡൻ്റെ പുറത്ത് വന്ന് ആ ഒരു പർവ്വതത്തെ എടുക്കുക എന്ന വലിയ ഭാരം അങ്ങനെയല്ല, ഒരു ലന്തപ്പഴം എടുക്കുന്ന പോലെ, ഒരു ബദരിപ്പഴം എടുക്കുന്ന പോലെ, ഒരു ഞാവൽക്കുരു എന്ന് കൂട്ടുക, ഞാവൽപ്പഴം എടുക്കുന്ന പോലെ ഇടത്തെ കൈകൊണ്ട് ആ മന്ദരപർവ്വതം എടുത്തു. എന്നിട്ട് ഗരുഡൻ്റെ പുറത്ത് വെച്ചു. അങ്ങനെ പാലാഴിയിൽ കൊണ്ടുപോയിട്ട് ഇടുകയും ചെയ്തു. വളരെ നിസ്സാരമായിട്ട് ആ കാര്യത്തെ നടത്തി എന്നതാണ്. സുരൗഖേ ദാനവൈഃ സന്ധാനം കൃതവതി മദേന മന്ധാനം മന്ദരാദ്രിം നയതി അസ്മിൻ ഭ്രഷ്ടേ ത്വം ഖഗേന്ദ്രേ ബദരം ഇവ ഉദ്വഹൻ പയോധൗ സദ്യഃ വിനിഹിതവാൻ. അന്വയം. സുരൗഖേ ദേവന്മാരുടെ കൂട്ടം, ഔഖം എന്ന് പറഞ്ഞ കൂട്ടം. സുരൗഖേ ദേവസമൂഹം ദാനവൈഃ സഹ ഈ അസുരന്മാരോട് സന്ധാനം കൃതവതി സന്ധി ചെയ്യുക. സന്ധാനം എന്ന് പറഞ്ഞാൽ രണ്ടുപേരും തമ്മിൽ ഒരേ അഭിപ്രായത്തിൽ കൂടിച്ചേരുക എന്ന് സാരം. അതാണ് സന്ധാനം. അങ്ങനെ സന്ധി ചെയ്തു. എന്നിട്ടോ ദേവാസുര സന്ധി കഴിഞ്ഞതിന് ശേഷം അത് അഹിമൂഷികവത് ദേവ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പാമ്പും എലിയും പോലെ സന്ധി ചെയ്യുക. പാമ്പ് ഒരിക്കൽ വലയിൽ പെട്ട് കഴിഞ്ഞപ്പോൾ എലി ആ വഴിക്ക് വരുന്നുണ്ടു. എലിയോട് പാമ്പ് പറഞ്ഞു, എന്നെ രക്ഷിക്കണം എന്ന് പറഞ്ഞു. പറ്റില്ല എന്ന് പറഞ്ഞു. അല്ല, നമ്മൾ തമ്മിൽ സന്ധിയാവാമെന്ന് പറഞ്ഞു. അപ്പം എന്താ സന്ധി ചോദിച്ചു. നിന്നെ ഞാൻ തിന്നുകയില്ല എന്ന് പറഞ്ഞതിന് ശേഷം ഈ വല മുറിച്ച് തരുന്നത് വരെ എന്നുള്ളത് മെല്ലെ പറഞ്ഞു. മെല്ലെയാണോ പറഞ്ഞ്, രക്ഷപ്പെടുത്തുന്നവരെ ഞാൻ നിന്നെ ഒന്നും ചെയ്യില്ല. പാവം എലിക്കത് മുഴുവൻ മനസ്സിലായില്ല. തിന്നില്ല എന്നുള്ള ഉറപ്പല്ലേ, നമ്മൾ തമ്മിലുള്ള ദ്രോഹം ഇല്ലല്ലോ എന്നൊക്കെ എലി സാത്വിക ഭാവത്തോട് കൂടിയിട്ട് അങ്ങോട്ട് ചോദിച്ചു. എലി വലയൊക്കെ മുറിച്ചു. പാമ്പ് എലിയെ പിടിച്ച് തിന്നുകയും ചെയ്തു. ഈ കൂട്ടത്തിലാണ് അഹി മൂഷികവത് ഇതി. അപ്പോൾ സന്ധി അങ്ങനെ ഉണ്ടായത്. ഏതായാലും ദേവാസുര സന്ധി നടന്നു. പാലാഴി കടഞ്ഞു. അമൃത് കൊടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഭഗവാൻ മോഹിനിയായിട്ട് ചെന്നു. അമൃത് അസുരന്മാർക്ക് കൊടുക്കാതെ കണ്ട് ദേവന്മാർക്ക് മാത്രം കൊടുത്തു. ഇതെല്ലാം ഉണ്ടായ സംഭവം. ഇപ്പോൾ അവിടെ സന്ധാനം കൃതവതി സന്ധി ചെയ്തു. ആരോട്? അസുരന്മാരോട്. ദേവന്മാര് സന്ധി ചെയ്തു. പിന്നെയോ മദേന ഈ അഹങ്കാരത്തോടു കൂടിയിട്ട് അസുരന്മാരും മന്ധാനം ഈ കടകോലാകുന്ന ഈ മന്ദരപർവ്വതത്തെ മന്ദരാദ്രിം മന്ദരപർവ്വതത്തെ നയതി അത് നയിക്കുകയും ചെയ്തപ്പോൾ, നയതി വെച്ചാൽ മന്ദരപർവ്വതത്തെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു എന്ന് സാരം. അസ്മിൻ അങ്ങനെ കൊണ്ടുവരുന്ന സമയത്ത് അസ്മിൻ ഭ്രഷ്ടേ ഈ
മന്ദരപർവ്വതം അവരിൽ നിന്ന് കനം താങ്ങാൻ വയ്യാതെ കണ്ട് ഭാരം അങ്ങോട്ടും ഇങ്ങോട്ടും പർവ്വതം ചെരിഞ്ഞു കഴിഞ്ഞാൽ എന്താ ഭാരം സന്തുലനം നഷ്ടപ്പെടും. ഒരു തിരിക്ക് ഭാരം വന്നു കഴിഞ്ഞാൽ അത് പൊന്തിക്കാൻ പറ്റില്ല. അപ്പോൾ അസുരന്മാർ വളരെ ബലവാന്മാരാണ്, ദേവന്മാർ വളരെ ക്ഷീണിതരാണ്. അപ്പോൾ ക്ഷീണിതരുടെ അടുത്തേക്ക് ചെരിഞ്ഞു കഴിഞ്ഞപ്പോൾ അത് താഴത്തേക്ക് വീണു. അവിടെ പിടുത്തം വീണു വെച്ചാൽ ഇപ്പുറത്തും പിടുത്തം വീണു. അപ്പോൾ രണ്ട് ദിക്കിലും ഈ ക്ഷതം സംഭവിച്ചു. കുറേ ആൾക്കാർ മരിച്ചു, അങ്ങനെയൊക്കെ ഉണ്ടായി. കയ്യും കാലും മുറി അങ്ങനെയൊക്കെ ഉണ്ടായി. അസ്മിൻ ഭ്രഷ്ട ഇങ്ങനെ തെറ്റി ആ മന്ദിരം താഴെ വീണ് കഴിഞ്ഞപ്പോൾ എല്ലാവരും ദേവന്മാരെല്ലാവർക്കും വിഷമായി അവർ ഭഗവാനെ പ്രാർത്ഥിച്ചു. അപ്പോൾ ത്വം ഭഗവാനെ അങ്ങ് ഖഗേന്ദ്രേ, ഖഗങ്ങളിൽ ഇന്ദ്രനായിട്ടുള്ള, ഖഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആകാശത്ത്, ഖം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആകാശം നടത്തുന്നുണ്ട്. അപ്പോൾ ആകാശത്ത് സഞ്ചരിക്കുന്ന പക്ഷികളിൽ ഇന്ദ്രനായിരിക്കുന്ന ഗരുഡൻ, അതാണ് പക്ഷികളിൽ ഇന്ദ്രൻ ഗരുഡനാണ്. അപ്പോൾ ഖഗേന്ദ്രേ ഭഗവാന്റെ വാഹനം. ബദരം ഇവ, ലന്തപ്പഴം എന്നാണ് അതിന് പറയുക. ബദരിവനം, നരനാരായണന്മാർ തപസ് ചെയ്യുന്ന സ്ഥലം ബദരിവനം. എൻ്റെ തൊട്ടടുത്താണ് മഹാദേവനും കേദാർനാഥിലുള്ളത്. അപ്പം അങ്ങനെയുള്ള ആ ബദരിവനം, അതിലുള്ള ഒരു പഴം, ബദരിപ്പഴം, ആ പഴത്തെ പോലെ അത് എടുത്തിട്ട് ഈ ഗരുഡൻ്റെ പുറത്ത് വെച്ചു, ഇടത്തെ കൈകൊണ്ട് എടുത്തിട്ട്. എന്നിട്ട് പയോധൗ, പാലാഴിയിൽ സദ്യ വളരെ വേഗം തന്നെ വിനിഹിതവാൻ, സ്ഥാപിക്കുകയും ചെയ്തു. അപ്പോൾ ഭഗവാൻ വിഷ്ണു എപ്പോഴും സഹായമായിട്ടുണ്ട് എങ്കിൽ ഇതിനൊന്നും ഞെരുക്കില്ല, അല്ലെങ്കിൽ ഒക്കെ ഞെരുക്കാണ് എന്നുള്ളത് ഈ രംഗം കൊണ്ട് കാണിച്ചു. സന്ധാനം കൃതവതി ദാനവൈ സുരൗഖേ മന്ധാനം നയതി മദേന മന്ദരാദ്രിം ഭ്രഷ്ടേസ്മിൻ ബദരമിവോദ്വഹൻ ഖഗേന്ദ്രേ സദ്യസ്ത്വം വിനിഹിതവാൻ പയോധൗ ആധായ ദ്രുതമഥ വാസുകിം പരത്രം പാഥോധൗ വിനിഹിത സർവബീജജാലേ പ്രാരബ്ധേ മഥനവിധൗ സുരാസുരൈസ്തൈ വ്യാജാത്വം ഭുജഗമുഖേ ആകരോ സ്ഫുരാരീൻ അഥ വാസുകിയും. അതിനുശേഷം കടകോലായിട്ട് മന്ദിരത്തെ പറഞ്ഞു, കയറായിട്ട് വാസുകിയാണ് പറഞ്ഞത്. അപ്പോൾ അഥ വാസുകിയും വരത്രാം, അങ്ങനെ വാസുകിയെ കയറാക്കിയിട്ട് ആധായ തീർത്തിട്ട്. നീ വാസുകിയെ കൊണ്ടുവരുന്ന സമയത്തും ഇതേപോലെ ഒരു രംഗമുണ്ട്. ഇവര് അസുരന്മാർക്കോ ദേവന്മാർക്കോ വാസുകിയെ കൊണ്ടുവരാൻ എളുപ്പമല്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ ഗരുഡനോട് ഭഗവാൻ ചോദിച്ചു, വാസുകിയെ പോയിട്ട് കൊണ്ടുവരാൻ പറ്റുമോ ചോദിച്ചു. ആ ശരി, കൊണ്ടുവരാമെന്ന് പറഞ്ഞു. ഗരുഡൻ അവിടെ ചെന്നു. ഭാരതത്തിലുള്ള കഥയാണ്. അവിടെ ചെന്ന് അപേക്ഷിച്ചു. അപ്പോൾ അപേക്ഷിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപേക്ഷിച്ചു, കൂടെ വരണം എന്ന് പറഞ്ഞു. അപ്പോൾ ശരി, വരാമെന്ന്. എന്നെ പറ്റിച്ചാൽ കൊണ്ടുപോയിക്കോളൂ, എനിക്കിങ്ങനെ അങ്ങോട്ട് വരാനൊന്നും പറ്റില്ല പറഞ്ഞു. ആയിക്കോട്ടെ, കൊണ്ടുപോകാൻ തന്നെയാണ് ഞാൻ വന്നിരിക്കണമെന്ന് പറഞ്ഞു. ഗരുഡൻ കൊക്കില് ഒരു ഭാഗം തല പിടിച്ചു, കാലുകൊണ്ട് മറ്റേ ഭാഗം പിടിച്ചു. അപ്പം നടു പൊന്തണില്ല. അപ്പോൾ തല വിട്ടു, കാലും വിട്ടു. എന്നിട്ട് നടുക്കില് രണ്ട് ഭാഗത്തായിട്ട് പിന്നെ വളഞ്ഞ് കിടക്കാണ്. പക്ഷേ നീളമുണ്ട്, എത്ര നീളം വെച്ചില്ല. എന്തായാലും ഗരുഡന് ഒരു പുറം കഷ്ടിച്ച് പൊക്കാൻ മുഴുവൻ പറ്റിയോന്ന് വെച്ചില്ല. ഏതായാലും വാലടക്കം നേരെ പൊക്കാൻ സാധിച്ചില്ല. ക്ഷീണിച്ചു, വേർത്തു, ആകെ കുടുങ്ങി. ഭഗവാനോട് പറഞ്ഞു, ഞാൻ തോൽവി സംഭവിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ മഹാദേവൻ ഉണ്ട്. മഹാദേവനോട് ഒന്ന് ഇങ്ങനെ സൂചിപ്പിച്ചു. മഹാദേവൻ തൻ്റെ ഇടത്തെ കൈ ഒന്ന് കാണിച്ച് വാസുകി വരൂ എന്ന് പറഞ്ഞു. കൈ കാണിക്കണതിന് മുന്നേ തന്നെ വാസുകി അവിടെ എത്തി. അങ്ങനെ ആ വാസുകിയെ മഹാദേവനാൽ കൊണ്ടുവരപ്പെട്ടു. ഇങ്ങനെ അഥ വാസുകിയും വരത്രാം, എന്നിട്ടോ ആ വാസുകിയെ കയറാക്കി ആധായ നന്നായിട്ട് തന്നെ മന്ദിരപർവ്വതത്തിൻ്റെ അവിടെ ഇങ്ങനെ ചുറ്റി, എന്നിട്ട് കടകോലായിട്ട് ഇങ്ങനെ തീർത്തു. വിനിഹിത സർവ ബീജജാലേ, അതേപോലെ ഈ പാലാഴിയിൽ ഭഗവാൻ അന്ന് പറഞ്ഞതാണ്, എല്ലാ ബീജങ്ങളും വിത്തുകൾ, ബീജം എന്ന് പറഞ്ഞാൽ വിത്താണ്. അപ്പോൾ സസ്യജാലങ്ങളുടെ ആയാലും തിര്യക് ജാതികളുടെ ആയാലും മർത്യരാശിയുടെ ആയാലും ദേവന്മാർക്ക് വിത്തുണ്ടോ സംശയമാണ്. ഏതായാലും എല്ലാവരുടെയും ഈ അംശങ്ങളെ മുഴുവൻ വളരാൻ വേണ്ടതായിട്ടുള്ള, വീണ്ടും പരമ്പര ഉണ്ടാകുവാൻ വേണ്ടതായിട്ടുള്ള അംശം എന്തോ അതിനെ ഈ ഔഷധിയിലിട്ടു എന്നതാണ്. അപ്പോൾ സസ്യജാലങ്ങളെ, ഔഷധി വർഗ്ഗങ്ങളെ, മറ്റേ ഔഷധങ്ങളെ ഒക്കെ ഇട്ടു എന്നതാണ് കഥ. ഏതായാലും അതിലിട്ടു. എന്നിട്ടോ പാഥോധൗ, ഈ പാലാഴിയില് തൈഹി, അതിനെ കൊണ്ട് സുരാസുരൈഹി, കടകോലും മറ്റേ
മറ്റേ മന്ത്രമാകുന്ന കടകോലും കയറാകുന്ന വാസുകിയും അതേപോലെ കടലാകുന്ന ഈ പാലാഴിയും അതിനെ നല്ലവണ്ണം ഔഷധാദികൾ ഇട്ട് ബീജങ്ങളൊക്കെ ഇട്ടിട്ട് അതിനെ ആ പാലാഴിയെ സുരാസുരൈഹി ആ തൈഹി എന്നുള്ളതിന്റെ വിശേഷണങ്ങളാണ് അപ്പൊ ഈ പറഞ്ഞു നോക്കാം. തൈഹി ആ പാലാഴിയെ ദേവാസുരന്മാരാൽ നല്ലോണം ദേവന്മാരും അസുരന്മാരും കൂടിയിട്ട് മഥനവിധൗ നല്ലോണം മഥനക്രിയയെ ചെയ്തു, മഥനം ചെയ്തു, കടഞ്ഞു എന്ന് സാരം. പ്രാരബ്ധേ അത് കടയാൻ തുടങ്ങിയപ്പോ ത്വം വ്യാജാത് ഭഗവാൻ വ്യാജം ആയിട്ട് എന്ത് ചെയ്തു? ഭുജഗമുഖേ സർപ്പത്തിന്റെ തലയില് സുരാരീൻ ആകാരോഹോ അസുരന്മാരെ ചുമതലപ്പെടുത്തി. അതെങ്ങനെയുണ്ടായത് വെച്ചാല് ഭഗവാൻ ആദ്യം തല ചെന്ന് പിടിച്ചു എന്നാണ്. വാസുകിയുടെ തല പിടിച്ചു കഴിഞ്ഞപ്പോ ദേവന്മാരും അവിടെ ചെന്നു. അപ്പോ അസുരന്മാര് പറഞ്ഞു അത് പറ്റില്ല, വാസുകിയുടെ വാല് പിടിക്കുക എന്നുള്ളത് അവമാനിക്കലാണ്. അപ്പൊ അതുകൊണ്ട് ഇപ്പോ ജരാനര ബാധിച്ചുള്ള ദേവന്മാരുടെ ആവശ്യമാണ്. അവര് ഇപ്പൊ പതിതരാണ്, അവരോട് വാല് പിടിക്കാൻ പറയൂ, അല്ലെങ്കിൽ ഞങ്ങൾ കടയാനില്ല, ഞങ്ങൾ പോവുകയാണ് എന്ന് പറഞ്ഞു ബലി. അപ്പൊ ഭഗവാൻ പറഞ്ഞു ദേവന്മാരെ എല്ലാരും ഈ തല വിട്ടോളൂ. അപ്പൊ അവർക്ക് കുറച്ച് വിഷമമൊക്കെ ഉണ്ടായി. പക്ഷെ എന്നാലും ഭഗവാന്റെ വാക്കല്ലേ, ഭഗവാൻ നേരെ പോയിട്ട് വാല് പിടിച്ചു, ദേവന്മാരും വാല് പിടിച്ചു, അപ്പൊ അസുരന്മാര് തല പിടിച്ചു. അങ്ങനെ വാലുഭാഗം ദേവന്മാരും തലഭാഗം അസുരന്മാരും പിടിച്ചു. എന്നിട്ട് കടയാൻ തുടങ്ങി. ഇതാണ് ആധായ ദ്രുതമഥ വാസുകിം വരത്രാം പാഥോധൗ വിനിഹിത സർവബീജജാലേ പ്രാരബ്ധേ മഥനവിതൗ സുരാസുരൈഹി തൈഹി വ്യാജാത് ത്വം ഭുജഗമുഖേ അകരോഹോ സുരാരീൻ. പദച്ഛേദം. അഥാ വാസുകിം വരത്രാം ആധായ വിനിഹിത സർവബീജജാലേ പാഥോധൗ തൈഹി സുരാസുരൈഹി അസുരൈഹി മഥനവിധോ പ്രാരബ്ധേ ത്വം വ്യാജാത് ഭുജഗമുഖേ സുരാരീൻ അകരോഹോ. ഇങ്ങനെ അന്വയം. ആധായ ദ്രുതമഥ വാസുകിം വരത്രാം പാഥോധൗ വിനിഹിത സർവബീജജാലേ പ്രാരബ്ധേ മഥനവിധൗ സുരാസുരൈസ്തൈ വ്യാജാത്വം ഗുരുമുഖേ വ്യാജാത്വം ഭുജഗമുഖേ ഭുജഗമുഖേ ആകരോസുരാരീൻ. ഇനി 6ാമത്തെ ശ്ലോകം. ക്ഷുബ്ധാദ്രൗ ക്ഷുഭിതജലോദരേ തദാനീം ദുഗ്ധാബ്ധൗ ഗുരുതരഭാരതോ നിമഗ്നേ ദേവേഷു വ്യഥിതതമേഷു തൽപ്രിയൈഷീ പ്രാണൈഷീ കമഠതനും കഠോരപൃഷ്ഠാം. തദാനീം അതിനുശേഷം ക്ഷുഭിത ജലോദരേ ഈ കടല് ക്ഷോഭിച്ചു, നല്ലോണം പാലാഴി നല്ലോണം ക്ഷോഭിച്ചു. അതിന്റെ ജലത്തിന്റെ മുകളില് ക്ഷുഭിത ജലോദരേ ദുഗ്ധാബ്ധൗ വെള്ളം ആകെ അങ്ങോട്ട് ഇളകി കഴിഞ്ഞപ്പോ ആ ദുഗ്ധാബ്ധൗ ഈ പാലാഴിയായിട്ടുള്ള കടലില് ഗുരുതര ഭാരത വളരെയേറിയ ഭാരം കൊണ്ട് ക്ഷുബ്ധാബ്ദ്രൗ ഈ അദ്രൗ ക്ഷുബ്ധ അദ്രൗ വളരെ മന്ദരപർവ്വതം, വളരെയധികം അദ്രി എന്ന് പറഞ്ഞാൽ പർവ്വതം. ഈ ക്ഷുബ്ധ അദ്രൗ ആ അദ്രി പർവ്വതം വല്ലാതെ കണ്ട് മഥനം ചെയ്ത് കഴിഞ്ഞപ്പോ അത് ചൂടാവുക ചെയ്യും. കടകോലിങ്ങനെ ചൂടാവും. നമ്മൾ കടകോല് തൊട്ട് കഴിഞ്ഞാൽ മനസ്സിലാവും കടകോല് ചൂടാവും. അങ്ങനെ ക്ഷുബ്ധമായി മത്തായി കഴിഞ്ഞപ്പോ നിമഗ്നെ എന്താ ചെയ്തത്? പാലാഴിയുടെ നടുക്കില് ഈ മന്ദര പർവ്വതം അങ്ങോട്ട് താണുപോയി. കടകോലാകുന്ന മന്ധരം അത് താടുപോയി. മന്ധരം എന്ന് വെച്ചാൽ കടകോല്, മന്ദരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പർവ്വതത്തിന്റെ പേര്. അപ്പോ മന്ധരം എന്നുള്ളത് കടകോൽ എന്നർത്ഥം, മന്ദരം എന്നുള്ളത് അതിന്റെ പേരാണ്. അപ്പൊ നമ്മൾ രണ്ടും എഴുതാറുണ്ട് മന്ധരം, കാരണം ഇങ്ങനെ ആക്കിയതുകൊണ്ടേ. അപ്പോ ആ കടകോല എന്ത് ചെയ്തു? ഈ മന്ദരപർവ്വം എന്തായി? താഴേക്ക് പോയി. വ്യഥിത തമേഷു ഏറ്റവും ദുഃഖിക്കുകയും ചെയ്തു. അപ്പോൾ ആ സമയത്ത് നിമഗ്നെ ഇങ്ങനെ ക്ഷുബ്ധാദ്രോ നിമഗ്നെ ദേവേഷു ആ ദേവന്മാര് വ്യഥിത തമേഷു ഗുരുതര ഭാരത ഈ മന്ദര പർവ്വത ക്ഷുബ്ധാദ്രൗ നിമഗ്നെ ഈ ആ സമയത്ത് കടലിൽ മുങ്ങിപ്പോയപ്പോ ദേവേഷു വ്യഥിത തമേഷു ഏറ്റവും കൂടുതൽ ദുഃഖിച്ചപ്പോ തത്പ്രിയൈഷി
അവരുടെ പ്രിയം ചെയ്യാൻ ആഗ്രഹിച്ചതായിട്ടുള്ള ത്വം ഭഗവാനെ അങ്ങ് കഠോരപൃഷ്ഠാം വളരെ കടുപ്പമേറിയതായിട്ടുള്ള പൃഷ്ഠഭാഗമുള്ള പിൻഭാഗമുള്ളതായിട്ടുള്ള കമഠതനും പ്രാണയിഷി കമഠതനും പ്രാണയിഷി ധരിച്ചു. പ്രാണത്തെ പ്രാണൈഹി പ്രാണങ്ങളോട് കൂടിയിട്ട് ഐഷി പ്രാണയിഷി പ്രാണാഹ ഏഷി എന്ന് വയ്ക്കാം. ഏഷ്യാമി എന്നൊക്കെ പറയില്ലേ, പ്രാണാഹ ഏഷി എന്ന് വയ്ക്കാം. പ്രാണങ്ങളോട് കൂടിയിട്ട് അങ്ങനെ അതോടുകൂടി ചേർന്നു എന്ന് വെച്ചാൽ ഭഗവാൻ ഒരു അവതാരം സ്വീകരിച്ചു, പ്രത്യക്ഷമായി. ഇതാണ് അങ്ങനെ വാക്ക് കണ്ടുപിടിക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിച്ചത് കൊണ്ടാണ് നാരായണീയം എല്ലാവർക്കും വളരെ ഇഷ്ടമായത്. നമുക്ക് പ്രാണായിഷി എന്നുള്ളതിൻ്റെ അതിൻ്റെ വാക്കിൻ്റെ ഒന്നും അർത്ഥം അറിയില്ല. നമ്മളതിൻ്റെ അർത്ഥം എന്താ എഴുതുക? അങ്ങനെ ഭഗവാൻ വന്നു, ഭഗവാൻ പ്രത്യക്ഷമായി, ഭഗവാൻ ഇങ്ങനെ ഒരു രൂപം ധരിച്ചു എന്നൊക്കെ നമ്മൾ എഴുതും അതിൻ്റെ അർത്ഥമായിട്ട്. പ്രാണങ്ങളോട് കൂടിയിട്ട് ഭഗവാൻ ചേർന്നു, സ്വീകരിച്ചു, പ്രാണങ്ങളെ സ്വീകരിച്ചു. അപ്പം അങ്ങനെ ഒരു ശരീരം സ്വീകരിക്കേണ്ടി വന്നു ഭഗവാൻ. അതാണ് കൂർമാവതാരം. കൂർമാവതാരത്തിൻ്റെ പ്രത്യേകത വളരെ കൂടുതലാണ്. ഈ ജരാനര ബാധിച്ചവർക്ക് സുഖത്തെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഈ മന്ദരപർവ്വതം താണു പോകുന്നതായിട്ടുള്ള മന്ദരപർവ്വതത്തെ ഉയർത്താൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇവിടെ ജരാന്തര എന്നുള്ളത് ന്യൂനമാണ്, അത് ശ്രീനാശമാണ്. അപ്പം അതിനെ ഉയർത്തിക്കൊണ്ടുവരിക പാലനകർമ്മമാണ്, പാലകനായിട്ടുള്ള ഭഗവാനാൽ തരപ്പെട്ടത്. ഇങ്ങനെ പലതും ഉണ്ട് അതിൻ്റെ അർത്ഥം. അപ്പം അതുകൊണ്ട് ഈ പിതൃപൂജ ചെയ്യുന്ന സമയത്ത് കൂർമ്മരൂപിയായിട്ടുള്ള ഈ ഭഗവാനെയാണ് സാധാരണ സ്മരിക്കാറ്. ദേവീഭാഗവതമൊക്കെ പ്രത്യേകം പറയുന്നുണ്ട്. അതേപോലെ തന്നെ ഭാഗവതായാലും പഞ്ചമസ്കന്ധത്തിൽ അവിടെ അര്യമാവാണ് ഭഗവാൻ കൂർമ്മരൂപിയായിട്ടുള്ള ഭഗവാനെ സ്തുതിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ഇതിൻ്റെ ഒരു പ്രതിഫലനാണ് സാരം. ക്ഷുബ്ധാദ്രൗ ക്ഷുഭിതജലോദരേ തദാനീം ദുഗ്ധാബ്ധൗ ഗുരുതര ഭാരതോ നിമഗ്നേ ദേവേഷു വ്യഥിതതമേഷു തൽപ്രിയൈഷി പ്രാണൈഷി കമഠതനും കഠോരപൃഷ്ഠാം. തദാനീം ക്ഷുഭിതജലോദരേ ദുഗ്ധാബ്ധൗ ഗുരുതര ഭാരതഃ ക്ഷുബ്ധാദ്രൗ നിമഗ്നേ ദേവേഷു വ്യഥിതതമേഷു തൽപ്രിയൈഷി ത്വം കഠോരപൃഷ്ഠാം കമഠതനും പ്രാണൈഷി. അപ്പം ഇങ്ങനെ ഈ നന്നായിട്ട് കടഞ്ഞു കഴിഞ്ഞപ്പോൾ വെള്ളം അങ്ങോട്ട് ക്ഷുഭിതമായി ക്ഷോഭിച്ചു. ആ പലാഴിയിൽ വളരെ ഭാരം കൂടുതലായിട്ടുള്ള ഇങ്ങനെ നന്നായിട്ട് കടഞ്ഞു കഴിഞ്ഞപ്പോൾ അത് ചൂടാവും. അങ്ങനെയാണ്. അങ്ങനെ ചൂടായിട്ട് കനം കൂടി അത് ക്രമേണയായിട്ട് മന്ദരപർവ്വതം അങ്ങോട്ട് കടലിലേക്ക് താണു പലാഴിയിൽ. അപ്പോൾ ദേവന്മാർക്ക് വലിയ വിഷമായി. അവരെല്ലാവരും ഭഗവാനെ പ്രാർത്ഥിച്ചു. അപ്പോൾ ഭഗവാൻ തന്നെ ഒരു കൂർമ്മരൂപിയായിട്ടുള്ള കടുപ്പമേറിയ പുറന്തോട് കൂടിയിട്ട് ഒരു ആമയുടെ രൂപം ധരിച്ചുകൊണ്ട് പാലാഴിയിൽ ഈ മന്ദരപർവ്വതത്തെ ഉയർത്തി. ക്ഷുബ്ധാദ്രൗ ക്ഷുഭിതജലോദരേ തദാനീം ദുഗ്ധാബ്ധൗ ഗുരുതര ഭാരതോ നിമഗ്നേ ദേവേഷു വ്യഥിതതമേഷു തൽപ്രിയൈഷി പ്രാണൈഷി കമഠതനും കഠോരപൃഷ്ഠാം. ഇനി 7ാമത്തെ ശ്ലോകം. സ്ഥിരതരകർപ്പരേണ വിഷ്ണോ വിസ്താരാൽ പരിഗതലക്ഷയോജനേന അംബോധേ കുഹരഗതേന വഷ്മണാത്വം നിർമഗ്നം ക്ഷിതിധരനാഥമുന്നിനേഥ. ഈ ചെറിയ അക്ഷരം കൊണ്ട് വായിച്ചാൽ കിട്ടുന്നില്ല, അതാണ്. ഹേ വിഷ്ണു ഭഗവാനെ, വജ്രാതിസ്ഥിരതര കർപ്പരേണ, അല്ലയോ ഭഗവാനെ, വജ്രത്തേക്കാൾ കൂടുതൽ ഉറപ്പോട് കൂടിയ പുറന്തോട് അമ്മയുടെ പുറന്തോട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ കനാണല്ലോ. അതിൻ്റെ മുകളിൽ എന്ത് ചെയ്താലും ഒരു കുഴപ്പം വരില്ല, ചുറ്റുകൊണ്ട് അടിച്ചാലും പൊട്ടണില്ല അത്. ഇപ്പോൾ വജ്രത്തേക്കാൾ സ്ഥിരതയുണ്ട്. അങ്ങനെയുള്ള കർപ്പരേണ പുറന്തോട് കൂടിയ ഒരു അസ്ഥി എന്ന് കൂട്ടുക, അസ്ഥി തന്നെയാണ് അത്. അപ്പോൾ ശംഖ്, അതേപോലെ ഈ ആമയുടെ പുറന്തോട്, ഇതൊക്കെ വലിയ വലിയ പാറക്കല്ലുകളൊക്കെ വീണാലും ആമയ്ക്കൊന്നും സംഭവിക്കില്ല, ശംഖിനും ഒന്നും സംഭവിക്കില്ല. ശംഖിൻ്റെ ഉള്ളിൽ വളരെ മൃദുവാണ്, ആ ജീവി വളരെ മൃദുവാണ്. പക്ഷേ ഈ ശംഖിന് പുറന്തോടിന് വളരെ ഉറപ്പുണ്ട്. അപ്പോൾ സുരക്ഷിതമാണ് എന്ന് സാരം, അതാണ്. അങ്ങനെ വജ്രാതി സ്ഥിരതര കർപ്പരേണ വിസ്താരാത്, വിസ്താരം എന്നുള്ള 1,00,000 യോജന ആണ് വിസ്താരം എന്നാണ്. ആമയുടെ വലിപ്പം 1,00,000 യോജനയാണ്.
അങ്ങനെ വിസ്താരത്തോട് കൂടിയിട്ട് പരിഗത ലക്ഷയോജനേന 1,00,000 യോജന ചുറ്റളവുള്ളതായിട്ടുള്ള ആ ആമയുടെ പുറന്തോടോട് കൂടിയ ഈ കൂർമ്മ അവതാരം അംബോധേഹെ ഈ സമുദ്രത്തിന്റെ പാലാഴിയില് കുഹരഗതേന ഉള്ളിൽ സ്ഥിതി ചെയ്യുന്നതുമായിട്ടുള്ള വർഷ്മണ ശരീരം കൊണ്ട്. അപ്പൊ പാലാഴിയുടെ ഉള്ളില് ആമയായിട്ട് ഭഗവാൻ അങ്ങോട്ട് താഴ്ന്നു ചെന്നു. എന്നിട്ടോ ത്വം നിർമ്മഗ്നം ഈ നല്ലവണ്ണം താഴ്ന്നതായിട്ടുള്ള അതിനെ ക്ഷിതിധരനാഥം പർവ്വതശ്രേഷ്ഠൻ. പർവ്വതം സാധാരണഗതിയിൽ ഭൂമിയെ ധരിക്കുന്നു എന്നാണ് പറയുക. പർവ്വതമാണ് ഭൂമിയെ ധരിക്കുന്നത് എന്ന് പറയും. അതൊരു വിശേഷണം, അത്രയേ ഉള്ളൂ. ഉന്നിനേധ അങ്ങനെ ഉയർത്തി. ഭഗവാൻ എന്ത് ചെയ്തു? ഈ പർവ്വതത്തെ സ്വയമേവ ധരിച്ചു. ഭൂമിയെ തന്നെ ധരിക്കുന്നതായിട്ടുള്ള ആ ഭഗവാൻ ഈ പർവ്വതത്തെ സ്വയമേവ ധരിച്ചു, അതിനെ ഉയർത്തി. ഉന്നിനേധ ഉയർത്തി. വജ്രാദി സ്ഥിരതര കർപ്പരേണ വിഷ്ണു വിസ്താരാത് പരിഗത ലക്ഷ യോജനേന അംബോധേഹേ കുഹരഗതേന വർഷ്മണ ത്വം നിർമഗ്നം ക്ഷിതിധര നാഥം ഉന്നിനേധ. ക്ഷിതിയെ തന്നെ ഭൂമിയെ തന്നെ ധരിക്കുന്നതായിട്ടുള്ള ആ ഭഗവാൻ ഈ പർവ്വതത്തെ നിസ്സാരമായിട്ട് ഉയർത്തിക്കൊണ്ടുവന്നു എന്ന് സാരം. ഹേ വിഷ്ണു വജ്രാദി സ്ഥിരതര കർപ്പരേണ വിസ്താരാത് പരിഗതലക്ഷയോജനേന അംബോധേഹേ കുഹരഗതേന വർഷ്മണത്വം നിർമ്മഗ്നം ക്ഷിതിധരനാഥം ഉന്നിനേധ. ഭഗവാൻ ആ കടലിൽ താണുപോയതായിട്ടുള്ള മന്ദിരപർവ്വതത്തെ ഉയർത്തി. കഠോര വൃക്ഷമായിട്ടുള്ള വളരെ കഠിനമായിട്ടുള്ള പുറന്തോടുള്ള ആമയുടെ രൂപത്തിലുള്ള ആ കൂർമാവതാരമൂർത്തി ഈ മന്ദിരപർവ്വതത്തെ കടലില് പാലാഴിയിൽ ഉയർത്തിക്കൊണ്ടുവന്നു. കടയാൻ പാകത്തിനാക്കി നടത്തും. വജ്രാദി സ്ഥിരതര കർപ്പരേണ വിഷ്ണു വിസ്താരാൽ പരിഗതലക്ഷയോജനേന അംബോധേ കുഹരഗതേന വർഷ്മണാത്വം നിർമഗ്നം ക്ഷിതിധരനാഥമുന്നിനേധ. ഉന്മഗ്നേ ചരിതി തദാ ധരാധരേന്ദ്രേ നിർമേധുർദൃഢമിഹ സമ്മദേന സർവേ ആവിശ്യ ദ്വിതയഗണേപി സർപ്പരാജേ വൈവശ്യം പരിശമയന്നവിവൃതസ്ഥാൻ. തഥാ അതിനുശേഷം ധരാധരേന്ദ്രേ ഈ പർവ്വതശ്രേഷ്ഠനായിട്ടുള്ള ധരാധരങ്ങളിൽ ഇന്ദ്രനായിട്ട്, ഭൂമിയെ ധരിക്കുന്നതിൽ ഇന്ദ്രനായിട്ടുള്ള എന്നുവെച്ചാൽ മന്ദരപർവ്വതത്തിനും മേരുപർവ്വതത്തിനും ഹിമവാനും ഒക്കെ ഈ വലിയ അർത്ഥമാകുന്ന ഒരു പേരുണ്ട്, ധരാധരൻ എന്നുള്ള നിലയ്ക്ക്. പർവ്വതത്തിന് ധരയെ ധരിക്കുന്നവൻ. അതിൽ ഇന്ദ്രനായിട്ടുള്ള ഈ മന്ദരപർവ്വതം ഉന്മഗ്നെ ഉയർന്നു കഴിഞ്ഞപ്പോൾ ഇവിടെ ദേവന്മാരുടെ കൂട്ടത്തിലുള്ള സർവേ എല്ലാവരും സമ്മതേന ഉള്ളിൽ എത്ര മതമുണ്ടായി. അവിടെ മതം എന്നുള്ള അഹങ്കാരം എന്നല്ല, സന്തോഷം എന്നാണ്. സമ്മതേന നല്ല മതത്തോടു കൂടിയിട്ട്, സന്തോഷത്തോടു കൂടിയിട്ട് ഛടതി വളരെ പെട്ടെന്ന് തന്നെ വേഗം ദൃഢം ഉറപ്പിച്ചതായിട്ടുള്ള നിർമേധു മന്ദിരപർവ്വതം തന്നെ ഉറപ്പിച്ചു. അതിനുശേഷം നന്നായിട്ട് തന്നെ മഥനം ചെയ്തു. ത്വം ഭഗവാനെ അങ്ങ് ദ്വിതയഗണേ ദേവ അസുരന്മാര് രണ്ടുപേരിലും സർപ്പരാജനിലും എന്ന് വെച്ചാൽ വാസുകിയിലും, ദേവന്മാരിലും അസുരന്മാരിലും ഈ വാസുകിയിലും ആവിശ്യ പ്രവേശിച്ചു എന്നാണ്. സത്രജസ്തമോ ഗുണങ്ങളോട് കൂടിയിട്ട് ഭഗവാൻ ഈ കടയുന്ന രണ്ടുപേരിലും വാസുകിയിലും പ്രവേശിച്ചു എന്നാണ്. കാരണം ഇവർക്ക് 3 പേർക്കും ജീവനുണ്ട്. അതേപോലെ മന്ദരപർവ്വതത്തിന് ജീവനില്ല. താണുപോയതായിട്ടുള്ള മന്ദരപർവ്വതത്തിനെ ഭഗവാൻ ഇങ്ങനെ ഉയർത്തി അസുരന്മാർക്കും ഈ ദേവന്മാർക്കും ഭഗവാൻ സാത്വിക ഗുണം കൊണ്ടും രജോ ഗുണം കൊണ്ടും അങ്ങോട്ട് ശക്തി കൊടുത്തു. ദേവന്മാരിൽ സാത്വിക രൂപിയായിട്ട് ചേർന്നു, അസുരന്മാരിൽ രജോ ഗുണരൂപിയായിട്ട് ചേർന്നു. അതേപോലെ കടയുന്നതായിട്ടുള്ള ഈ വാസുവിക്ക് വേദന അനുഭവിക്കാൻ പാടില്ല. അപ്പം നമ്മൾ ഉറക്കത്തിലൊന്നും ഉള്ളിയാലും അത്ര അറിയില്ല, ഉണർന്നില്ല വെച്ചാൽ കുഴപ്പമൊന്നും വരില്ല. അപ്പം അതുകൊണ്ട് ആ സമയത്ത് ഉറങ്ങിക്കിടന്നോട്ടെ എന്ന നിലയ്ക്ക് തമോ ഗുണത്തോടു കൂടിയിട്ട് വാസുകിയിലും ചേർന്നു. ഇവിടെ സത്വരജസ്തമോ ഗുണങ്ങളെ കൊണ്ടാണ് പാലാഴി കടഞ്ഞത്. അങ്ങനെ കടഞ്ഞാലാണ് യഥാർത്ഥത്തിലുള്ള അമൃത് കിട്ടുള്ളൂ. പ്രകൃതിയിൽ സത്വരജസ്തമോ ഗുണങ്ങളെ ചേർത്തപ്പോഴാണ്, ശബ്ദസ്പർശ രൂപരസ ഗന്ധങ്ങളാകുന്ന പ്രകൃതി വിഭവങ്ങളിൽ ഈ സത്വരജസ്തമോ ഗുണങ്ങളെ ചേർത്തപ്പോഴാണ് പഞ്ചഭൂത നിർമ്മിതമായിട്ടുള്ള നമ്മളെ പോലെയുള്ള ദേഹികൾക്ക് ജീവൻ ദേഹവുമായിട്ട് സ്വീകരിച്ച ഓരോരുത്തർക്കും 10 ഇന്ദ്രിയങ്ങളിലൂടെ കർമ്മത്തെ ചെയ്യാനും കർമ്മത്തിൻ്റെ ഫലത്തെ സ്വീകരിക്കാനും
കർമ്മം ചെയ്യണമെന്ന പ്രേരണ ഉണ്ടാകുവാനും സാധിച്ചത്. ഇതാണ് പ്രകൃതി നിയമം. അപ്പോൾ ആ പ്രകൃതിയെ സൃഷ്ടിച്ചതായിട്ടുള്ള ഭഗവാന് അറിയാം ഇത് എങ്ങനെ എന്ത് ചെയ്താലാണ് വേണ്ട വിധത്തിലാവുക എന്നത്. അപ്പോൾ അതിൻ്റെ പ്രതിഫലനം എന്നുള്ളത് അതിൻ്റെ റിസൾട്ട് ആയിട്ട് ഫലമായിട്ട് പുറത്തു വരും. അപ്പോൾ ഇവിടെ എത്ര കടഞ്ഞാലും വാസുകിക്ക് ക്ഷീണമോ മറ്റു പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. തമോ ഗുണമായിട്ട് ഉറക്കി അവിടെ. രജോ ഗുണികളായിട്ടുള്ള അസുരന്മാരിൽ ഈ രജോ ഗുണം ഇങ്ങനെ വർദ്ധിച്ചു വരും. അപ്പോൾ കടയിൽ നിർത്തില്ല. സാത്വിക ഗുണമായിട്ടുള്ള അതിനെ ഭഗവാൻ ദേവന്മാരിൽ ചേർത്ത് കഴിഞ്ഞപ്പോൾ അവരുടെ ലക്ഷ്യം സാത്വികമാണ്, അമൃത് കിട്ടുക എന്നതാണ്. അപ്പോൾ അത് തടസ്സം വരാതെ കണ്ട് ആ പ്രവൃത്തി ചെയ്യാൻ സാധിക്കും. ഇതിനു വേണ്ടി ഭഗവാൻ 3 ഗുണങ്ങളെയും അതിലേക്ക് ചേർത്തു. ഇങ്ങനെ ദ്വിതയ ഗണേ സർപ്പരാജേ ഹരിഹി ആവേശ്യ വൈവശ്യം, അവരുടെ എല്ലാ തരത്തിൽപ്പെട്ടതായിട്ടുള്ള വൈവശ്യങ്ങളെയും വിവശതയെയും, അതായത് വിഷമങ്ങളെയും എന്ന് കൂട്ടം. എന്ന് ദുഃഖം ശരീരത്തിന് വരുന്നതായിട്ട് വിഷമം, മനസ്സിന് വരുന്നതായിട്ടുള്ള വിഷമം, ആ വിഷമങ്ങളെയും മുഴുവൻ പരിശമയൻ ശമിപ്പിച്ചു. എന്നിട്ടോ താൻ അവീവൃത, എന്നിട്ടോ അവരെ ഇങ്ങനെ വർദ്ധിപ്പിച്ചു. സാത്വിക ഗുണവും രജോ ഗുണവും ദേവാസുരന്മാരിലും വർദ്ധിപ്പിച്ചു, തമോ ഗുണം ഈ വാസുകിയിലും വർദ്ധിപ്പിച്ചു. അങ്ങനെ വരുമ്പോഴാണ് വാസുകിയിൽ നിന്ന് ആ കാളകൂട വിഷമല്ല, അതും വിഷം തന്നെയാണ്, മറ്റൊരു വിഷം പുറത്തേക്ക് വന്നത്, വാസുകിയുടെ വിഷം. അതും കാളകൂടം തന്നെയാണ്. അപ്പം അത് തമോ ഗുണത്തിൻ്റെ വർധനത്തിലാണ്. ഇപ്പം നമുക്കൊക്കെ തമോ ഗുണം വർദ്ധിച്ചു വന്നാലാണ് നമ്മുടെ ശുണ്ഠി തൊട്ടുള്ള അവിവേകങ്ങൾ ധാരാളം പുറത്തേക്ക് വരും. നമ്മൾ ശപിക്കും, ചീത്ത കാര്യങ്ങൾ ചെയ്യും, മദ്യത്തിനും മയക്കുമരുന്നിനൊക്കെ അടിമയാവും, അന്യന്മാരെ കൊല്ലും, മറ്റുള്ളവരുടെ മുതൽ അപഹരിക്കുക തുടങ്ങിയുള്ള ചീത്ത പ്രവർത്തികളൊക്കെ ചെയ്യും. അപ്പോൾ ഇതിനൊക്കെ എന്ത് വേണം? പുരാണ പരിചയമുണ്ടെങ്കിൽ അവർക്ക് വേണ്ട നീഡ്സ് എന്തോ അത് കൊടുത്തുകൊണ്ട് അവർക്ക് ഇതേ പാടൂ, ഇത് മതി എന്നുള്ള രീതിയിൽ അവരെ മാനസികമായിട്ട് എത്തിക്കാൻ സാധിച്ചുവെങ്കിൽ അവർ ഈ ചീത്ത പ്രവർത്തികൾക്ക് പോവില്ല. ഇത് ഒന്നുകിൽ ധനം നേടാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഇന്ദ്രിയ സുഖങ്ങളെ കിട്ടാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അന്തമില്ലാത്തതുകൊണ്ട്. അപ്പോൾ അതിനെ നിയന്ത്രിക്കാൻ എന്ത് വേണം? ഒരു നല്ല ശക്തി വേണം. ആ ശക്തിയാണ് ഈ മനുത്വം അല്ലെങ്കിൽ ഇന്ദ്രത്വം, ഒരു രാജാവ് എന്നുള്ള നിലയ്ക്ക്. അപ്പോൾ ആ രാജാവായിട്ട് കുട്ടിക്കാലത്ത് വെച്ച അച്ഛനമ്മമാരാണ്, കുറച്ചുകൂടി കഴിഞ്ഞാൽ മാഷന്മാരാണ്, അത് കഴിഞ്ഞാൽ പിന്നെ പാലകരാണ്. അപ്പോൾ അവരും ഇതേപോലെ നല്ലോണം ശ്രദ്ധിക്കുകയാണെങ്കിൽ ഈ കുട്ടികൾ വളർന്നു വരുമ്പോഴും ചീത്തയാവുകയില്ല. അപ്പോൾ സമൂഹത്തിൽ ഈ ദുരിതങ്ങളൊന്നും ഉണ്ടാവില്ല, അഴിമതി തൊട്ടുള്ള യാതൊന്നും ഉണ്ടാവില്ല. എന്താ കാരണം? ഈ ആഗ്രഹം ഉണ്ടാവില്ല. അമിതമായിട്ട് എന്തെങ്കിലും സമ്പാദിക്കണം എന്നുള്ള മോഹം ഉണ്ടാകുമ്പോഴല്ലേ അഴിമതി വരിക. അപ്പോൾ അതിന് ആഗ്രഹമില്ല വെച്ചാൽ പിന്നെ എന്തിനാ കിട്ടിയതുകൊണ്ട് മതിയല്ലോ, എതിർച്ചാലാപതുഷ്ടി പോരെ. അപ്പോൾ ലക്ഷ്യബോധം ഇങ്ങനെ കുറഞ്ഞു വരിക, നീഡ്സ് ഇങ്ങനെ കുറഞ്ഞു വരിക, ആവശ്യം കുറച്ച് വരിക. അപ്പോൾ മറ്റു പ്രവർത്തികളൊന്നും ചെയ്യില്ല, ചീത്തയും ചെയ്യില്ല, ഇതേപോലെ സ്വാർത്ഥം ചെയ്യില്ല, തിന്മയും ചെയ്യില്ല എന്ന് സാരം. അപ്പോൾ അതുണ്ടാക്കിയാൽ മതി. അത് ശമിപ്പിച്ചു ഭഗവാൻ. എങ്ങനെ? ഇങ്ങനെ ഭഗവാൻ തന്നെ അതിൽ അതായിട്ട് പ്രവേശിച്ചിട്ട്, അതാണ് ഭഗവാന്റെ മഹിമ. എന്നിട്ട് അതിനെ വർദ്ധിപ്പിച്ചു. അത് ലോകഹിതത്തിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളായിട്ട് മാറി. ഇപ്പോൾ കൈക്കോട്ട് കളിക്കുന്ന ഒരാൾക്കാണെന്ന് വെച്ചാൽ കൂടുതൽ രജോ ഗുണമാണ് വേണ്ടത്. ആ രജോ ഗുണത്തോട് കൂടിയിട്ട് കൈക്കോട്ടുകൾ ധാരാളം ചെയ്യുമ്പോൾ ഇന്ന് 10 തെങ്ങിൻ്റെ കട ആണ് ഒരാൾ മാന്തുക വെച്ചാൽ അത് 15 തെങ്ങിൻ്റെ കട മാന്തും. അങ്ങനെയാണ്. ഒരു കണ്ടമാണ് പൂട്ടുക എന്നുള്ളത്, ആള് കന്ന് പൂട്ടുന്ന ആളാണെന്ന് വെച്ചാൽ 2 കണ്ടം പൂട്ടും. 1 ഏക്കറയാണ് 10 ഏക്കറയാണ് ഒരാൾ ട്രാക്ടർ കൊണ്ട് പൂട്ടുക വെച്ചാൽ 20 ഏക്കർ അല്ലെങ്കിൽ 15 ഏക്കർ പൂട്ടും. അത്രയേ ഉള്ളൂ. ഇങ്ങനെ അവരുടെ പ്രവർത്തന ഊർജത്തെ അത് നമുക്ക് ഉപയോഗിക്കാൻ സാധിച്ചാൽ മതി. അതാണ് പാലാഴിയിൽ ചെയ്തത് ഭഗവാൻ. ഉന്മഗ്നേ ചടതി തദാധരേന്ദ്രേ ധരാധരേന്ദ്രേ നിർമേധുദൃഢമിഹ സമ്മതേന സർവേ ആവിശ്യ ദ്വിതയഗണേപി സർപ്പരാജേ വൈവശ്യം പരിശമയന്നവിവൃധസ്ഥാൻ തദാ ധരാധരേന്ദ്രേ ഉന്മഗ്നേ ഇഹ സർവേ സമ്മതേന ഛടതി ദൃഢം നിർമേധുഃ ത്വം ദ്വിതയഗണേ സർപ്പരാജേ ആവിശ്യ വൈവശ്യം പരിശമയൻ താൻ ആവിവൃത. ഉന്മഗ്നേ ഛടതി തദാ ധരാധരേന്ദ്രേ നിർമേധുഃ ദൃഢം ഇഹ സമ്മതേന സർവേ ആവിശ്യ ദ്വിതയഗണേ അപി സർപ്പരാജേ വൈവശ്യം പരിശമയൻ അവീവൃത താൻ. ഇങ്ങനെ പദച്ഛേദം. അപ്പോൾ മന്ദരപർവ്വതം ഉയർന്നു കഴിഞ്ഞപ്പോൾ ദേവന്മാർക്ക് സന്തോഷമായി.
അവർക്ക് വീണ്ടും മഥനം ചെയ്യാൻ വേണ്ടിയിട്ട് സാധിച്ചു. അപ്പോൾ ക്ഷീണം വരാതിരിക്കാൻ വേണ്ടിയിട്ട് ദേവന്മാരിൽ സാത്വികമായിട്ടും അസുരന്മാരിൽ രജോ ഗുണമായിട്ടും വാസുകിയിൽ തമോ ഗുണമായിട്ടും പ്രവേശിച്ചു. ആ പ്രവർത്തനത്തെ നന്നായിട്ട് തന്നെ ചെയ്യിച്ചു ഭഗവാൻ. കാരണം അവരുടെ വിവശതയെല്ലാം തീർന്നു. നന്നായിട്ട് തന്നെ അവർക്ക് ശക്തി വർദ്ധിപ്പിക്കുകയാണ് ഉണ്ടായത് എന്ന് ഈ ശ്ലോകം. ഉന്മഗ്നേ ചടിതി തദാ ധരാധരേന്ദ്രേ നിർമേധുർദൃഢമിഹ സമ്മതേന സർവേ ആവിശ്യ ദ്വിതയഗണേപി സർപ്പരാജേ വൈവശ്യം പരിശമയന്നവിവൃതസ്ഥാൻ. ഇനി 9ാമത്തെ ശ്ലോകം. ഉദ്ദാമഗിരീന്ദ്രന്യസ്തൈകസ്ഥിരതരഹസ്തപങ്കജം ത്വാം അഭ്രാന്തേ വിധിഗിരിശാദയ പ്രമോദാദുദ്ഭ്രാന്ത നുനുഗുരുപാത്ത പുഷ്പവർഷാം. ഉദ്ദാമഭ്രമണജവോന്നമദ്ഗിരീന്ദ്രന്യസ്തൈകസ്ഥിരതരഹസ്തപങ്കജം. അതായത് ഉദ്ദാമമായിട്ടുള്ള, ഉയർന്നതായിട്ടുള്ള അല്ലെങ്കിൽ കൂടുതൽ ശക്തമായിട്ടുള്ള ഭ്രമണത്തിന്റെ എന്ന് സാരം. ശക്തമായിട്ടുള്ള ഭ്രമണത്തിന്റെ ചുറ്റലിന്റെ ആ കാരണം കൊണ്ട് ഉദ്ദാമ ഭ്രമണ ജവ എന്ന് വെച്ചാൽ വേഗം എന്ന് സാരം. ഉദ്ദാമ ഭ്രമണ ജവ. പിന്നെയോ ഉന്നമതായ, ഉന്നമത്ത്, ഇങ്ങനെ ഉയർന്നു വരിക. നേരത്തെ ഇങ്ങനെ കടഞ്ഞപ്പോൾ താഴെയാണ് ഉണ്ടായത്, ഇപ്പൊ ഉയർന്നു വരികയാണ്. ഗിരീന്ദ്രേ ഉദ്ദാമ ഭ്രമണ ജവ ഉന്നമത് ഗിരീന്ദ്ര. ആ മന്ദരപർവ്വതത്തില് ന്യസ്ത ഏക സ്ഥിരതര ഹസ്ത പങ്കജം ത്വ. ആ ഉയർന്നു വരുന്നതായിട്ടുള്ള പർവ്വതത്തില് വെക്കപ്പെട്ടതായിട്ടുള്ള ന്യസിക്കുക എന്ന് പറഞ്ഞാൽ വെക്കുക. അങ്ങനെ വെച്ചിട്ട് പിന്നെയോ ഹസ്തം, കയ്യ്, ഭഗവാന്റെ തൃക്കൈ, ഒരു തൃക്കൈ അവിടെ വെച്ചു. അതില് ഭാരതപ്രകാരം അവിടെ ഒരു പക്ഷി വന്നിരുന്നു എന്നാണ്. ഭഗവാൻ ഒരു പക്ഷിയായിട്ട് മാറി, ചെറിയ കുഞ്ഞൊരു പക്ഷി. അങ്ങനെ ഗരുഡൻ തന്നെയാണ് അത്രയത്. ഭഗവാൻ ഒരു ചെറിയ പക്ഷിയായിട്ട് ആ മന്ദിരപർവ്വതത്തിന് മുകളിൽ അങ്ങോട്ടിരുന്നു, താഴെ കൂർമ്മമായിട്ടിരുന്നു. അപ്പോൾ രണ്ടും കൂടിയിട്ട് ഉയർത്തി അടിച്ചാൽ പക്ഷി ഒന്നിങ്ങനെ താത്തും, അപ്പോൾ പാകാക്കും. കാരണം ആമ അടിയിലല്ലേ, അത് അറിയില്ലോ. അപ്പോൾ വല്ലാണ്ട് താഴെ അടിച്ചാൽ ആമ പൊന്തിക്കുകയും ചെയ്യും. ഇങ്ങനെ പക്ഷിയായിട്ടും ആമയായിട്ടും അത് നിലനിർത്തി എന്നാണ്. ഇവിടെ ഭഗവാൻ തൃക്കൈ ഒന്ന് വെച്ചു എന്നാണ്. ഹസ്തേന, പങ്കജത്തോടു കൂടി. പിന്നെയോ അഭ്രാന്തേ, ഈ ആകാശത്തില് അഥവാ മേഘത്തിന്റെ അടുത്ത്. അതിന്റെ അത്രയും ഉയരത്തിലാണ് പർവ്വതം നിൽക്കണമെന്ന് കാണിക്കാൻ വേണ്ടി അതിശയോക്തി അലങ്കാരമാണ്. വിധിഗിരിശാദയ. പിന്നെന്താണ്? ത്വാം അഭ്രാന്തേ വിധിഗിരിശാദയ. ആ സമയത്ത് മേഘത്തില് മറഞ്ഞു നിൽക്കുന്നതായിട്ടുള്ള, ആകാശത്ത് നിൽക്കുന്നവരായിട്ടുള്ള വിധി എന്ന് പറഞ്ഞാൽ ബ്രഹ്മാവ്, ഗിരിശൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശിവൻ, മറ്റ് ഇപ്പൊ ഈ കടയാൻ വരാത്തതായിട്ടുള്ള മറ്റുള്ളവർ കുറെ ആൾക്കാരുണ്ട്, ഋഷിമാര് തൊട്ടുള്ളവര്, വേദങ്ങള്, ഇവരൊക്കെ അവിടെ കാത്തിക്കുന്നുണ്ട്. എല്ലാവരും ഈ രംഗം കാണാൻ വേണ്ടിയിട്ട് അവിടെ എല്ലാവരും ഇത് മറഞ്ഞു നിന്നുകൊണ്ട് മേഘത്തിന്റെ ഉള്ളിലോ അല്ലെങ്കിൽ മേഘത്തിന്റെ പിന്നിലോ മേഘത്തിന്റെ മുകളിലോ അവർക്ക് ആകാശസഞ്ചാരികളോ അവർക്ക് എവിടെ കാണിച്ചാൽ നിൽക്കാം. അപ്പൊ അങ്ങനെ ഇത് കണ്ടുകൊണ്ടും നോക്കിക്കൊണ്ടും ആസ്വദിച്ചുകൊണ്ടും ഭഗവാനോട് പ്രാർത്ഥിച്ചുകൊണ്ടും നിൽക്കുകയാണ്. പ്രമോദ, അവർക്കൊക്കെ വലിയ സന്തോഷമായി. കാരണം ഇതൊരു വേണ്ട രീതിയിൽ വന്നല്ലോ, അതുകൊണ്ട്. ഉപാത്ത പുഷ്പവർഷാഹ. അപ്പോൾ ഭഗവാനെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ ദേവന്മാരുടെ ലോകത്തിലുള്ളതായിട്ടുള്ള പുഷ്പങ്ങൾ, പാരിജാത, കൽപ്പവൃക്ഷ പുഷ്പങ്ങളെ കൊണ്ട് ധാരാളം എന്തൊക്കെയാ തരത്തിലെ മന്ത്രങ്ങളൊക്കെ ചൊല്ലിണ്ടാവാന്ന് വെച്ചില്ല. ഏതായാലും പുഷ്പവൃഷ്ടിയൊക്കെ ചെയ്തു. നുനൂഹു, ധാരാളം സ്തുതിക്കുകയും ചെയ്തു. ഉദ്ദാമ ഭ്രമണ ജവോന്നമത് ഗിരീന്ദ്രന്യസ്തൈക സ്ഥിരതര ഹസ്ത പങ്കജം ത്വാം അഭ്രാന്തേ വിധിഗിരിശാദയ പ്രമോദാദുദ്ഭ്രാന്ത നുനുഗുരുപാത്ത പുഷ്പവർഷാം. ഉദ്ദാമ ഭ്രമണ ജവ ഉന്നമത് ഗിരീന്ദ്ര ന്യസ്ത ഏക സ്ഥിരതര ഹസ്ത പങ്കജം ത്വാം അഭ്രാന്തേ വിധി ഗിരിശ ആദയ പ്രമോദാത് ഉദ്ഭ്രാന്ത നുനുവുഹു ഉപാത്ത പുഷ്പവർഷാഹ. ഉദ്ദാമ ഭ്രമണ ജവ ഉന്നമത് ഗിരീന്ദ്ര ന്യസ്ത ഏക സ്ഥിരതര ഹസ്ത പങ്കജം ത്വാം അഭ്രാന്തേ വിധി ഗിരിശാദയ പ്രമോദാത് ഉദ്ഭ്രാന്താഹ ഉപാത്ത പുഷ്പവർഷാഹ നുനുഹു. പുഷ്പാഞ്ജലിയെ ചെയ്തു ഈ ഭഗവാനെ.
ആര് ഇതിൽ കടയാൻ ഒപ്പമില്ലാത്ത മറ്റ് ദേവീ ദേവന്മാരോ ഋഷികളോ ഒക്കെ എല്ലാവരും കൂടി വന്നിട്ട് അതിൽ മറ്റേ ഇതൊക്കെ ഉണ്ട്, വേദം സ്വരൂപം സ്വീകരിച്ചു വന്ന അങ്ങനെ എല്ലാവരും ഉണ്ട്. എല്ലാവരും കൂടിയിട്ട് ഭഗവാനെ പുഷ്പവൃഷ്ടി തൊട്ടുള്ള സ്തുതികൾ എന്തൊക്കെയാ വേണ്ട വാദ്യഘോഷാദികളൊക്കെ ചെയ്തു എന്ന് പറയാം. ഉദ്ദാമഭ്രമണ ജവോന്നമദ്ഗിരീന്ദ്രന്യസ്തൈകസ്ഥിരതരഹസ്തപങ്കജം ത്വാം അഭ്രാന്തേ വിധിഗിരിശാദയ പ്രമോദാദുദ്ഭ്രാന്താനുനുപുരുപാത്ത പുഷ്പവർഷ. അങ്ങനെ നല്ലോണം ശക്തിയായിട്ട് തിരിക്കുന്ന ആ വേഗം കൊണ്ട് മേൽപോട്ടിങ്ങനെ ഉയർന്നതായിട്ടുള്ള ആ പർവ്വതത്തിന്റെ മുകളില് ഒരു കനം എന്ന നിലയ്ക്ക് ചലിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഭഗവാന്റെ തൃക്കൈ ഒന്ന് അവിടെ വെച്ചു. ആ താമരക്കൈയിൻ്റെ പാകപ്പെടുത്തുക എന്ന ആ ഒരു പ്രവൃത്തി കൊണ്ട് അപ്പോൾ അധികം താഴുമില്ല, മുകളിലേക്ക് അധികം പൊന്തുമില്ല. ഇത് കണ്ടപ്പോൾ ആകാശത്തിൽ നിൽക്കുന്നതായിട്ട് ദേവന്മാര്, ബ്രഹ്മാവ്, ശിവൻ എല്ലാവരും കൂടിയിട്ട് സന്തോഷം കൊണ്ട് നന്നായിട്ട് സ്തുതിച്ചു. ധാരാളം സൂക്തങ്ങളെ കൊണ്ട് ജപിച്ച് പുഷ്പാഞ്ജലിയൊക്കെ ചെയ്തു എന്ന് ഈ ശ്ലോകം. ഉദ്ദാമഭ്രമണ ജവോന്നമദ്ഗിരീന്ദ്രന്യസ്തൈകസ്ഥിരതരഹസ്തപങ്കജം ത്വാം അഭ്രാന്തേ വിധിഗിരിശാദയ പ്രമോദാദുദ്ഭ്രാന്ത നുനുപുരുപാത്ത പുഷ്പവർഷ. ഇങ്ങനെ 9ാമത്തെ ശ്ലോകവും നമ്മൾ പറഞ്ഞു. ഇനി ഈ ദശകത്തിൽ 2 ശ്ലോകങ്ങളും കൂടിയുണ്ട്. നമുക്ക് അത് കഴിഞ്ഞാൽ പിന്നെ ഒരു ദശകം കൂടിയുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് അടുത്തതിൽ പറയാം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.